വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന 6 റിയലിസ്റ്റിക് ഇൻകം ഐഡിയാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷൻ ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വളരുന്ന മേഖലയാണ് കണ്ടന്റ് ക്രിയേഷൻ. ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഫേസ് കാണിക്കാതെ പോലും വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ AI വീഡിയോസിനായി നിങ്ങൾക്ക് ഗൂഗിൾ ജെമിനായി, മെറ്റ AI യൂസ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ജെമിനയിലെ സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 349 രൂപയ്ക്ക് ജിയോ ഫോണ് റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ ജെമിനയുടെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. കണ്ടന്റ് ക്രിയേഷന്റെ കുറച്ച് നീഷും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് കുക്കിംഗ് ചാനൽ തുടങ്ങാം, അതേപോലെ ക്രാഫ്റ്റ് ചാനൽ തുടങ്ങാം, പിന്നെ ഡെയിലി റുട്ടീൻ കാണിക്കുന്നതാവാം, പിന്നെ മോട്ടിവേഷൻ, സ്റ്റോറി ടെല്ലിങ്, AI വീഡിയോസ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റോറി അറിയാമെങ്കിൽ അത് പറയാം. പിന്നെ കൊറിയൻ സീരീസോ ഫിലിമോ അത് കണ്ടിട്ട് അത് തന്നെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതും പറയാവുന്നതാണ്. സ്റ്റോറി ടെല്ലിങ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ് നിങ്ങൾ പേടിക്കുന്നതെങ്കിൽ അതിനും ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. കൊറിയൻ സീരീസ് ആണ് സ്റ്റോറി ടെല്ലിങ്ങിന് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഓൾ സീൻ ആഡ് ചെയ്യാതെ, അതായത് ലോങ് വീഡിയോ ആഡ് ചെയ്യാതെ ചെറിയ ഷോർട്ട് ക്ലിപ്സ് 1 സെക്കൻഡിൻ്റെയോ 2 സെക്കൻഡിൻ്റെയോ ക്ലിപ്സുകൾ ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരത്തില്ല. എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ കൊറിയൻ സീരീസിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷൻ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഫുഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 3 രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. ഇതിൽ ഒന്നാമതായി സ്നാക്സ് ഐറ്റംസ് ആണ്. അതായത് ചിപ്സ്, മിക്സ്ചർ, മുറുക്ക്, ഇതൊക്കെ ബേക്കറിയിലോ സൂപ്പർ മാർക്കറ്റിലോ വിറ്റിട്ടും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. പിന്നെ കാറ്ററിംഗ് ആണുള്ളത്. ഫുഡിന്റെ ഓർഡർ എടുത്തിട്ട് ചെറിയ ഫംഗ്ഷൻസിന് ആ ഫുഡ് വെച്ച് കൊടുക്കുക. ഫുഡ് വഴി വരുമാനം കണ്ടെത്തുന്നതിൽ ആദ്യത്തേത് സ്നാക്സ് ഐറ്റം വിൽക്കുക, രണ്ടാമത്തെ കാറ്ററിംഗ്, ഇനി മൂന്നാമത് ക്ലൗഡ് കിച്ചൺ. അതായത് സൊമാറ്റോ, സ്വിഗ്ഗി വഴി നിങ്ങൾക്ക് ഫുഡ് വിൽക്കാവുന്നതാണ്. ക്ലൗഡ് കിച്ചനെ കുറിച്ച് ഒരുപാട് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ദെൻ തേർഡ് വൺ ഈസ് ഹോം ട്യൂട്ടർ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാവുന്നതാണ്. ഈ സബ്ജക്റ്റിനെ കുറിച്ച് അത്ര അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് നോക്കി ആ സബ്ജക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് ട്യൂഷൻ എടുക്കാം. ദെൻ ഫോർത്ത് വൺ ഈസ് ബേബി സിറ്റിംഗ്. ഇപ്പോൾ വർക്കിംഗ് പാരന്റ്സ് എല്ലാം കൂടുതലായത് കൊണ്ട് തന്നെ ബേബി സിറ്ററിന്റെ ഡിമാൻഡ് കൂടുകയാണ്. കുട്ടികളെ കെയർ ചെയ്യാനുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ബേബി സിറ്റിംഗ് തുടങ്ങാം. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് മെഹന്തി ആൻഡ് സ്റ്റിച്ചിങ്. ഫെസ്റ്റിവൽ സീസൺ, വിവാഹങ്ങൾ, ഫംഗ്ഷൻസ് എല്ലായിടത്തും മെഹന്തി ആർട്ടിസ്റ്റിനും സ്റ്റിച്ചിങ് വർക്കിനും ഡിമാൻഡുണ്ട്. നിങ്ങളൊരു മെഹന്തി ആർട്ടിസ്റ്റ് ആണെങ്കിലും കസ്റ്റമേഴ്സിനെ കിട്ടുന്നില്ലെങ്കിൽ അടുത്തുള്ള ബ്യൂട്ടി പാർലറുകളുമായി ബന്ധപ്പെടാം. വിവാഹത്തിനോ ഫംഗ്ഷനോ മെഹന്തി വേണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറയാം. ഇങ്ങനെ ചെറിയ രീതിയിൽ പരിചയം തുടങ്ങുമ്പോൾ ഒരാൾ വഴി മറ്റൊരാൾക്ക് നിങ്ങളുടെ പേരെത്തും. നല്ല ഡിസൈനും പെരുമാറ്റവും ഉണ്ടെങ്കിൽ പിന്നീട് സ്ഥിരമായി കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. ഇൻകം ഐഡിയാസിന് ഒന്നുകൂടി പറയാം. 1 കണ്ടന്റ് ക്രിയേഷൻ, 2 ഫുഡ് ബിസിനസ്, 3 ഹോം ട്യൂട്ടർ, 4 ബേബി സിറ്റിംഗ്, 5ാമത്തത് മെഹന്തി ആർട്ടിസ്റ്റ് ആൻഡ് സ്റ്റിച്ചിങ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.